കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ജാതി വിവേചനവുമായി ബന്ധപ്പെട്ട കാര്യം ഇന്നത്തെ ഒരു ദിവസം അവതരിപ്പിക്കേണ്ടി വന്നതിലേറെ പ്രയാസമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മഹാത്മജിയും അതുപോലെ ശ്രീനാരായണ ഗുരുദേവനും ഒരു നൂറ്റാണ്ട് മുമ്പാണ് സാമൂഹിക മുന്നേറ്റത്തിന് വേണ്ടി അവർ കൂടിക്കാഴ്ച നടത്തിയത്. അങ്ങനെ ഒരു നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഇത്തരമൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് കേരളം പോലെയുള്ള സംസ്ഥാനത്തിന് അങ്ങേയറ്റ അപമാനകരമാണ്. സാർ, ഞാനിവിടെ സൂചിപ്പിക്കുന്നത്, നമുക്കറിയാം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 അനുസരിച്ച് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും നിരോധിക്കുകയും അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കേസെടുക്കേണ്ടതുമാണ്. സർ, ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഇവിടുത്തെ തന്ത്രിമാർ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി ദേവസ്വം ബോർഡ് പോലെയുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരിക്കുന്ന ദേവസ്വം ബോർഡ്, ആ ദേവസ്വം ബോർഡിൻ്റെ മാനേജർ തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യുവാവിനെ മാറ്റുകയാണ്. സർ, എൻ്റെ പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയും, ഇത് ഏതെങ്കിലും രീതിയിൽ പരാതി വന്നു കഴിഞ്ഞാൽ പരാതി തന്നവർക്ക് നടപടിയെടുക്കേണ്ട ദേവസ്വം ബോർഡ് ഇവിടെ ആ പരാതിക്ക് അനുകൂലമായി നിൽക്കുകയും ഈ ജീവനക്കാരനെ സ്ഥലം മാറ്റുകയും ചെയ്തിരിക്കുകയാണ്. ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ നടപടി അങ്ങേ അറ്റം തെറ്റാണ്. അതോടൊപ്പം തന്നെ ഇതുമായി ഒറ്റ കാര്യം കൂടി സർ, ഇതുമായി ബന്ധപ്പെട്ട് ആ ക്ഷേത്രത്തിൽ ശുദ്ധികലശം നടന്നു എന്ന് പറയുന്നു. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ചെയ്തതും അങ്ങേയറ്റം തെറ്റതാണ്. ഈ ഒരു കാര്യത്തിലും ഗവൺമെന്റ് എന്ത് നിലപാടാണ് എടുത്തത് എന്ന് വിശദീകരിക്കണം. സർ, ഇത് സംബന്ധിച്ച് ഡിമാൻഡ് ദിവസം കൃത്യമായി ഗവൺമെൻറ് നിലപാട് വ്യക്തമാക്കിയത്. അപ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ചോളം എങ്കിലും അദ്ദേഹം ഇത് ഉന്നയിച്ചുകൊണ്ട് വീണ്ടും എൻ്റെ ഉള്ളടക്കം പറയുകയാണ്. സംസ്ഥാന സർക്കാർ കൂടൽമാണിക്യം ദേവസ്വം ആക്ടും റെഗുലേഷനും പ്രകാരം ക്ഷേത്രത്തിലെ കഴകം ജോലികൾ നിർവഹിക്കുന്നത് സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങളും ഉത്തരവുകളും കാലാകാലങ്ങളിൽ നൽകിയിട്ടുണ്ട്. പ്രസ്തുത നിർദ്ദേശങ്ങൾ കഴകം തസ്തികയിലെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് 2003 പുറപ്പെടുവിച്ച റെഗുലേഷനെ 4-ാം ഖണ്ഡിക പ്രകാരം രണ്ട് കഴകം പോസ്റ്റുകളാണ് നിലവിലുള്ളത്. പ്രസ്തുത പോസ്റ്റിലെ നിയമനം എങ്ങനെയായിരിക്കണമെന്ന റെഗുലേഷൻ 4-ാം ഖണ്ഡിക പ്രകാരം നിഷ്കർഷിച്ചിട്ടുണ്ട്. പ്രസ്തുത നിർദ്ദേശപ്രകാരം 1025+ DA ശമ്പള സ്കെയിൽ ഉള്ള കഴകം തസ്തികയിലേക്ക് പാരമ്പര്യമായി തന്ത്രി നിർദ്ദേശിക്കുന്ന വ്യക്തിയെയും 1300-1850 ശമ്പള സ്കെയിലുള്ള കഴകത്തെ നേരിട്ട് നിയമനം വഴി കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് മുഖേന നിയമിക്കാനുമാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. 1-ാമത്തെ ശമ്പള സ്കെയിൽ പ്രകാരമുള്ള ഉദ്യോഗസ്ഥൻ നിലവിൽ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ സേവനത്തിലില്ല. പ്രസ്തുത ജോലികൾ തന്ത്രിമാരുടെ നിർദ്ദേശമനുസരിച്ച് താൽക്കാലികക്കാരെ നിയമിച്ചാണ് ദേവസ്വം അഡ്മിനിസ്ട്രേഷൻ നിർവഹിച്ചു വരുന്നത്. 2-ാമത്തെ കഴകം പോസ്റ്റിലേക്ക് 24/2/2025 റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴി നിയമിതനായ ശ്രീ ബാലു BA എന്ന വ്യക്തി കഴകം ജോലി ചെയ്യുന്നതിലാണ് തന്ത്രിമാർ വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. കൂടൽമാണിക്യം ദേവസ്വം എംപ്ലോയീസ് റെഗുലേഷൻ ആക്ട് 4-ാം ഖണ്ഡിക പ്രകാരം 2-ാം കഴകം തസ്തികയിലേക്ക് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് വഴി നിയമിതനായ വ്യക്തി തന്നെ അവിടെ നിഷ്കർഷിക്കുന്ന ജോലി നിർവഹിക്കണം എന്നുള്ളതാണ് സർക്കാർ നിലപാട്. ഇതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് കൂടൽമാണിക്യം ദേവസ്വം ചെയർമാനും മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ബോർഡല്ല ഈ കാര്യത്തിൽ അയാളെ OA ആക്കി മാറ്റിയത്, മറിച്ച് അഡ്മിനിസ്ട്രേറ്ററാണ്. ആ കാര്യത്തിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് നടപടി എടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പറഞ്ഞ ചെയർമാനെ കുറിച്ചാണ് ഇല്ല, ചെയർമാന് അല്ല, നിങ്ങൾ പറഞ്ഞ ചെയർമാൻ അല്ല ചെയ്ത് അഡ്മിനിസ്ട്രേറ്ററാണ് ഈ കാര്യത്തെ സംബന്ധിച്ചോളം. അത് പരിശോധിക്കും, നമ്മൾ പറയുന്നത് അത് പരിശോധിക്കുന്നതാണ്.